1999 ഡിസംബർ 24. സമയം വൈകുന്നേരം 4 മണി. ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് IC814 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് പറന്നുയർന്നു. ഡൽഹിയിലേക്ക് വെറും 2 മണിക്കൂർ യാത്ര മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യാത്രയാണ് അവിടെ തുടങ്ങിയത് എന്ന് ആ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരോ ക്രൂ മെമ്പേഴ്സോ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. വിമാനം പറന്നുയർന്നപ്പോൾ അതിലുണ്ടായിരുന്ന 5 പേർ ആ വിമാനം ഹൈജാക്ക് ചെയ്യുകയും യാത്രക്കാരെ മോചിപ്പിക്കുന്നതിനായി $200 മില്യൺ ഇന്ത്യൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതുമാത്രമായിരുന്നില്ല ഹൈജാക്കേഴ്സിന്റെ ആവശ്യം. പണം കൂടാതെ ഇന്ത്യയിലെ വിവിധ ജയിലുകളിലായി കഴിയുന്ന 36 തടവുപുള്ളികളെ മോചിപ്പിക്കണമെന്നും ഹൈജാക്കേഴ്സ് ആവശ്യപ്പെട്ടു. അനിശ്ചിതത്വത്തിന്റെ ഭീതിയുടെ 7 ദിനരാത്രങ്ങൾ. ഒരു രാജ്യം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ചാണ് ആ ദിനങ്ങൾ എണ്ണിത്തീർത്തത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് 1999 നടന്ന ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലെയിൻ ഹൈജാക്കിനെ കുറിച്ചാണ്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അന്ന് നടന്ന ആ ഹൈജാക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷം പറന്നുയർന്ന വിമാനത്തിൽ 179 യാത്രക്കാരും 11 ക്രൂ മെമ്പേഴ്സും അടക്കം 190 പേരായിരുന്നു ഉണ്ടായിരുന്നത്. സമയം 4:39 ആയപ്പോഴേക്കും വിമാനം ഇന്ത്യൻ എയർ സ്പേസിലേക്ക് കടന്നു. പതിവ് പോലെ യാത്രക്കാർക്ക് ഭക്ഷണം നൽകപ്പെട്ടു. യാത്രക്കാർ ആഹാരം കഴിക്കാനായി തയ്യാറെടുത്തപ്പോഴാണ് അത് സംഭവിച്ചത്. മുഖംമൂടി ധരിച്ച 4 പേർ പെട്ടെന്ന് സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് യാത്രക്കാരുടെ കയ്യിൽ നിന്ന് ആഹാര സാധനങ്ങൾ പിടിച്ചു വാങ്ങി. എന്നിട്ട് ഈ പ്ലെയിൻ തങ്ങൾ ഹൈജാക്ക് ചെയ്യുകയാണെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഈ അക്രമികൾ കോക്പിറ്റിൽ എത്തുകയും പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ ദേവി ശരണിനോട് വിമാനം പടിഞ്ഞാറ് ഭാഗത്തേക്ക് പറപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വിമാനം പാകിസ്ഥാനിലേക്ക് പറത്തുകയായിരുന്നു ഹൈജാക്കേഴ്സിന്റെ ലക്ഷ്യം. വിമാനം ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടും കഴിഞ്ഞ് ലാഹോർ എയർപോർട്ട് ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. എന്നാൽ ലാഹോർ എയർപോർട്ടിലെ എയർ ട്രാഫിക് കൺട്രോൾ വിമാനം യാതൊരു കാരണവശാലും തങ്ങളുടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിക്കില്ലെന്ന് പറഞ്ഞു. വൈകുന്നേരം 4:56 ഇന്ത്യൻ എയർ ട്രാഫിക് കൺട്രോളിന് വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടതായി മനസ്സിലായത്. ഈ സമയം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഒരു യാത്രയിലായിരുന്നു. അദ്ദേഹം ഡൽഹിയിൽ ലാൻഡ് ചെയ്തതിനു ശേഷം ഉദ്ദേശം 5:20 ഈ വാർത്ത അദ്ദേഹത്തിലെത്തിയത്. സമയം വൈകുന്നേരം 6:04. ഇന്ത്യൻ എയർ ട്രാഫിക് കൺട്രോൾ വിമാനവുമായി ബന്ധപ്പെടാനൊരു ശ്രമം നടത്തി. വിമാനത്തിൽ ഇന്ധനം കുറവാണെന്നും ലാഹോർ എയർപോർട്ടിൽ തങ്ങൾക്ക് ലാൻഡിംഗ് അനുവദിക്കില്ല എന്നും ക്യാപ്റ്റൻ ദേവി ശരൺ ഇന്ത്യൻ എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചു. പാകിസ്ഥാൻ എയർ ട്രാഫിക് കൺട്രോളുമായി അടിയന്തരമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ലാഹോറിൽ ലാൻഡ് ചെയ്യാനുള്ള അനുവാദം നേടിത്തരണമെന്നും ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു. സമയം പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ക്ഷമ നശിച്ച ഹൈജാക്കേഴ്സ് വിമാനം പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തില്ലെങ്കിൽ യാത്രക്കാരെ ഓരോരുത്തരായി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങി. വൈകുന്നേരം 6:30 പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ലാഹോർ എയർപോർട്ടിൽ വിമാനത്തിൽ ലാൻഡിംഗ് അനുവദിക്കണമെന്ന് പാക് അധികൃതരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ ആവശ്യം അവർ നിരസിക്കുകയാണ് ഉണ്ടായത്. ഇതേ സമയം പൈലറ്റായ ക്യാപ്റ്റൻ ദേവി ശരൺ ഹൈജാക്കേഴ്സുമായി സംസാരിക്കാനൊരു ശ്രമം നടത്തി. വിമാനത്തിൽ ഇന്ധനം തീരെ കുറവാണെന്നും ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ലെന്നും പൈലറ്റ് അറിയിച്ചു. അടിയന്തരമായി വിമാനം എവിടെയെങ്കിലും ലാൻഡ് ചെയ്ത് റീഫ്യൂവൽ ചെയ്യണമെന്നും പൈലറ്റ് പറഞ്ഞു. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ അപകടം ഹൈജാക്കേഴ്സിനെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ക്യാപ്റ്റൻ ദേവി ശരണിന് കഴിഞ്ഞു. വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി ലാഹോർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന് പകരം അമൃത്സർ എയർപോർട്ടിൽ വിമാനം ഇറക്കാമെന്നാണ് ക്യാപ്റ്റൻ അവരോട് പറഞ്ഞത്. ഈ കാര്യം മനസ്സില്ലാ മനസ്സോടെയാണ് ഹൈജാക്കേഴ്സ് സമ്മതിച്ചത്. അതിനൊരു കാരണമുണ്ട്. റാഞ്ചിയിരിക്കുന്നത് ഇന്ത്യൻ വിമാനമാണ്. അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യൻ എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്താൽ വിമാനത്തിന്റെ നിയന്ത്രണം തിരിച്ചെടുക്കാൻ ഇന്ത്യക്ക് എളുപ്പമാണ്. അതായിരുന്നു അവരുടെ എതിർപ്പിനുള്ള കാരണം. ഒടുവിൽ വേറൊരു വഴിയും അവർക്ക് മുന്നിൽ നിന്ന് ബോധ്യമായതോടെയാണ് ഹൈജാക്കേഴ്സ് അമൃത്സർ എയർപോർട്ടിൽ ഇറങ്ങാൻ സമ്മതിച്ചത്. എന്നാൽ ഈ മുൻതൂക്കം കൃത്യമായി വിനിയോഗിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടതോടെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഫോം ചെയ്തിരുന്നു. അന്നത്തെ പഞ്ചാബ് DGP ആയിരുന്ന സരബ്ജിത് സിംഗ് ഈ ഹൈജാക്കിനെ കുറിച്ച് അറിഞ്ഞത് ഈ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിൽ നിന്നായിരുന്നില്ല, മറിച്ച് ടെലിവിഷനിൽ നിന്നായിരുന്നു. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ മുൻതൂക്കം ഇന്ത്യക്ക് മുതലെടുക്കാനാവാതെ പോയത്. സമയം 6:44. വിമാനം അമൃത്സർ എയർപോർട്ടിലേക്ക് ലാൻഡിങ്ങിനായി തയ്യാറെടുത്തു. 7:10 വിമാനം ലാൻഡ് ചെയ്യുകയും ചെയ്തു. ലാൻഡ് ചെയ്ത ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ ക്യാപ്റ്റൻ ദേവി ശരൺ അധികൃതരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഹൈജാക്കേഴ്സ് യാത്രക്കാരെ ഉപദ്രവിക്കുമെന്ന് ക്യാപ്റ്റൻ അറിയാമായിരുന്നു. ലോക്കൽ പോലീസ് ഹൈജാക്കേഴ്സിനോട് സംസാരിക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും അവർ അതിന് താല്പര്യം കാണിച്ചില്ല. പകരം ഡൽഹിയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനാണ് ഹൈജാക്കേഴ്സ് താല്പര്യം കാണിച്ചത്. സമയം മുന്നോട്ട് പോയി. വിമാനം ലാൻഡ് ചെയ്തിട്ട് 15 മിനിറ്റുകൾ കഴിഞ്ഞു. ഇതുവരെയും ഇന്ധനം നിറച്ചിരുന്നില്ല. ഹൈജാക്കേഴ്സ് അസ്വസ്ഥരായി തുടങ്ങി. വിമാനത്തിലുണ്ടായിരുന്ന സത്നം സിംഗ് എന്ന യാത്രക്കാരനെ അവർ ആക്രമിക്കുകയും ചെയ്തു. കത്തി ഉപയോഗിച്ച് അയാളുടെ കഴുത്തിൽ മുറിവേൽപ്പിക്കുകയാണ് അവർ ചെയ്തത്. ഇതോടെ ഇന്ധനം നിറയ്ക്കാനായി ക്യാപ്റ്റൻ ദേവി ശരൺ വീണ്ടും ആവശ്യപ്പെട്ടു. എന്നാൽ അപ്പോഴും അധികൃതർ അതിന് തയ്യാറായില്ല. വിമാനം ലാൻഡ് ചെയ്തിട്ട് 40 മിനിറ്റുകൾ കഴിഞ്ഞു. ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് യാത്രക്കാരെ മോചിപ്പിക്കുന്നതിനായി ഒരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നു.
വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കറിൽ കുറച്ച് പോലീസുകാരെ ഒളിച്ചു കടത്തുക. ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് ഇവരാരും അറിയാതെ വിമാനത്തിന്റെ ടയർ പഞ്ചറാക്കുക. അങ്ങനെ വരുമ്പോൾ വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കാതെ വരും. ഇതായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ അതേസമയം തന്നെ എയർ ട്രാഫിക് കൺട്രോളിന് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഫ്യുവൽ ടാങ്കർ വിമാനത്തിന് കുറുകെയിട്ട് ടേക്ക് ഓഫ് തടയുക. അങ്ങനെ ഫ്യുവൽ ടാങ്കർ വിമാനത്തിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ആ ടാങ്കറിലെ ഡ്രൈവർ അല്പം വേഗത്തിലാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇത് എയർ ട്രാഫിക് കൺട്രോൾ അധികൃതരിൽ അല്പം ആശങ്ക ഉളവാക്കി. ടാങ്കർ പതിവിലും കൂടുതൽ വേഗത്തിൽ വിമാനത്തിനടുത്തേക്ക് വരുന്നത് കണ്ടാൽ അവർ എന്തെങ്കിലും പ്ലാൻ ചെയ്തതായിരിക്കുമെന്ന് ഹൈജാക്കേഴ്സ് സംശയിക്കുമോ എന്ന് അവർ ഭയന്നു. അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നത് തടയാനായി ടാങ്കറിന്റെ വേഗത കുറയ്ക്കാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. തനിക്ക് കിട്ടിയ നിർദ്ദേശം മനസ്സിലാകാഞ്ഞിട്ടോ എന്തോ ആ ഡ്രൈവർ ടാങ്കർ അവിടെ അങ്ങ് നിർത്തി. കോക്പിറ്റിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഹൈജാക്കേഴ്സ് ഈ സംഭവങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും അവർക്ക് സംശയം തോന്നി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആദ്യം അസാധാരണമായ വേഗത്തിൽ ഒരു ടാങ്കർ വിമാനത്തിനടുത്തേക്ക് വരുന്നു, പിന്നെ അത് പെട്ടെന്ന് നിൽക്കുന്നു. അവർ അപകടം മണത്തു. അതോടെ ഇനി ഇന്ധനം നിറയ്ക്കേണ്ടെന്നും വിമാനം എത്രയും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യണമെന്നും അവർ പൈലറ്റിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്യുന്നതിന്റെ അപകടം പറഞ്ഞു മനസ്സിലാക്കാൻ പൈലറ്റ് ശ്രമിച്ചെങ്കിലും അവർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഇനി വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുന്നിൽ കിടക്കുന്ന ടാങ്കറിൽ ഇടിച്ചാലും തങ്ങൾക്കതൊരു പ്രശ്നമല്ല എന്നവർ പറഞ്ഞു. ഇനിയും പറയുന്നത് കേട്ടില്ലെങ്കിൽ അവർ യാത്രക്കാരെ ആക്രമിക്കുമെന്ന് പൈലറ്റ് ക്യാപ്റ്റൻ ദേവി ശരണിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനം പറത്താൻ ക്യാപ്റ്റൻ നിർബന്ധിതനായി. വളരെ പണിപ്പെട്ടാണ് ഫ്യുവൽ ടാങ്കറിനെ ഇടിക്കാതെ വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. സമയം 7:49. വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ നിന്ന് വീണ്ടും പറന്നുയർന്നു. NSG കമാൻഡോസ് റെസ്ക്യൂ ഓപ്പറേഷനായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അവർ എത്തുന്നതുവരെ ഏതെങ്കിലും വിധത്തിൽ ആ വിമാനം അവിടെ പിടിച്ചിടാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. വിമാനം പറന്നുയർന്ന് അല്പസമയത്തിനകം ക്യാപ്റ്റൻ ദേവി ശരൺ എയർ ട്രാഫിക് കൺട്രോളിന് ഒരു മെസ്സേജ് അയച്ചു. "വി ആർ ഓൾ ഡൈയിങ്." ഞങ്ങളെല്ലാവരും മരിക്കാൻ പോവുകയാണ്. അമൃത്സറിൽ നിന്ന് ലാഹോറിലേക്ക് ഏകദേശം 50 കിലോമീറ്റർ ദൂരമായിരുന്നു ഉള്ളത്. അങ്ങനെ വിമാനം വീണ്ടും പാകിസ്ഥാൻ ലക്ഷ്യമാക്കി പറക്കാൻ തുടങ്ങി. എന്നാൽ നേരത്തെ പോലെ തന്നെ ലാഹോർ എയർപോർട്ടിൽ ലാൻഡിങ്ങിനായി പാകിസ്ഥാൻ എയർ ട്രാഫിക് കൺട്രോൾ അനുമതി നൽകിയില്ല. അതേസമയം തന്നെ ഹൈജാക്കേഴ്സ് പൈലറ്റിനെ ഭീഷണിപ്പെടുത്തി വിമാനം അവിടെ ലാൻഡ് ചെയ്യിക്കുമെന്ന് അവർക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വിമാനത്താവളത്തിലെ എല്ലാ ലൈറ്റുകളും നാവിഗേഷൻ എയ്ഡുകളും അണച്ചു. വ്യക്തമായ കാഴ്ചയില്ലാതെ രാത്രി വിമാനം ലാൻഡ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. പൈലറ്റ് അങ്ങനെ ഒരു സാഹസത്തിന് മുതിരില്ല എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ക്യാപ്റ്റൻ ദേവി ശരണിന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. ഏത് വിധേനയും വിമാനം ലാഹോർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണം. ഇനി റൺവേ കാണാൻ പറ്റിയാലും ഇല്ലെങ്കിലും ലാഹോറിൽ തന്നെ ലാൻഡ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അതനുസരിച്ച് വിമാനം പതിയെ താഴേക്ക് പറന്നു തുടങ്ങി. ലാൻഡിങ്ങിനായി താഴ്ന്നു തുടങ്ങിയപ്പോഴാണ് തനിക്ക് സംഭവിച്ച അബദ്ധം ക്യാപ്റ്റന് മനസ്സിലാവുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ വിമാനത്താവളത്തിലെ റൺവേയിലായിരിക്കില്ല, മറിച്ച് ഹൈവേയിലായിരിക്കും ലാൻഡ് ചെയ്യുക എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതോടെ അവസാന ശ്രമമെന്ന നിലയിൽ ക്യാപ്റ്റൻ പാകിസ്ഥാൻ എയർ ട്രാഫിക് കൺട്രോളിനെ ഒരു തവണ കൂടി ബന്ധപ്പെട്ടു. "നിങ്ങൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള അനുമതി തന്നില്ലെങ്കിൽ എനിക്ക് വിമാനം ഹൈവേയിൽ ക്രാഷ് ലാൻഡ് ചെയ്യിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേട്ട് പാകിസ്ഥാൻ എയർ ട്രാഫിക് കൺട്രോൾ ഒടുവിൽ ലാൻഡിങ്ങിനായി സമ്മതം അറിയിച്ചു. സമയം 8:07. വിമാനം ലാഹോർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇനി ഒരു കാരണവശാലും വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ അനുവദിക്കരുതെന്ന് പാകിസ്ഥാനോട് ഇന്ത്യൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. ഇസ്ലാമാബാദിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ജി പാർത്ഥസാരഥിയെ ലാഹോറിലേക്ക് അയച്ച് ഹൈജാക്കേഴ്സുമായി സംസാരിക്കാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. ലാഹോർ എയർപോർട്ടിൽ വെച്ച് വിമാനത്തിൽ ഇന്ധനം നിറച്ചു. ഇനിയൊരു ടേക്ക് ഓഫ് തടയുന്നതിനായി വിമാനത്താവളത്തിലെ ലൈറ്റുകളെല്ലാം അണയ്ക്കുകയും പാക് കമാൻഡോസ് വിമാനം വളയുകയും ചെയ്തു. ക്യാപ്റ്റൻ ദേവി ശരൺ പിൽക്കാലത്ത് പറഞ്ഞതനുസരിച്ച് ലാഹോറിൽ വെച്ച് വിമാനത്തിലുണ്ടായിരുന്ന കുറച്ച് സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിക്കാൻ ഹൈജാക്കേഴ്സ് തയ്യാറായിരുന്നു. എന്നാൽ പാക് അധികൃതർ അതിനനുവദിച്ചില്ല. വിമാനം ഹൈജാക്ക് ചെയ്ത് ഇത്രയും നേരമായിട്ടും തങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാത്തതിൽ ഹൈജാക്കേഴ്സ് അസ്വസ്ഥരായിരുന്നു. തന്റെ ഹണിമൂൺ കഴിഞ്ഞ് ഭാര്യയുമായി മടങ്ങുകയായിരുന്ന റൂബിൻ കട്ടിയാൽ എന്ന 25-കാരനായ യാത്രക്കാരനെ അവർ ആക്രമിച്ചു. ആ ആക്രമണത്തിൽ അയാൾ മരണപ്പെടുകയും ചെയ്തു. ഈ സമയം ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ലാഹോറിൽ എത്തിയിരുന്നില്ല. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ലാഹോറിൽ എത്താനായി ഒരു ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് പാക് അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 3 മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ലാഹോറിൽ എത്തിയപ്പോഴേക്കും വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ടേക്ക് ഓഫ് തടയുന്നതിനായി വിമാനത്തിലെ ലൈറ്റുകൾ മുഴുവൻ അണച്ചിട്ടും പാക് കമാൻഡോകൾ വിമാനം വളഞ്ഞിട്ടും എങ്ങനെയാണ് വിമാനം വീണ്ടും ടേക്ക് ഓഫ് ചെയ്തത്? പിന്നീട് നടന്ന ബാക്കി സംഭവവികാസങ്ങൾ കൂടി നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ലാഹോറിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം നേരെ കാബൂളിലേക്ക് പറത്താനാണ് ഹൈജാക്കേഴ്സ് ആവശ്യപ്പെട്ടത്. എന്നാൽ അക്കാലത്ത് കാബൂളിൽ നൈറ്റ് ലാൻഡിംഗ് ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അത് ക്യാപ്റ്റൻ അവരെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് വിമാനം നേരെ ഒമാൻ ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ അവിടെ ലാൻഡ് ചെയ്യാനുള്ള അനുവാദം അവിടുത്തെ എയർ ട്രാഫിക് കൺട്രോൾ നൽകിയില്ല. ഇതേ സമയം മിക്കവാറുമുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഈ വിമാനം തങ്ങളുടെ രാജ്യത്ത് ലാൻഡ് ചെയ്യാതിരിക്കാനായി എയർ സ്പേസുകൾ ക്ലോസ് ചെയ്യുകയും ചെയ്തു. പിന്നീട് വിമാനം ലാൻഡ് ചെയ്തത് ദുബായിലെ അൽ മിൻഹാദ് എയർബേസിലായിരുന്നു. പുലർച്ചെ 3 മണിക്ക് അവിടുത്തെ അധികൃതരും ഹൈജാക്കേഴ്സുമായുള്ള ചർച്ചകൾക്ക് ശേഷം 27 യാത്രക്കാരെ മോചിപ്പിച്ചു. വിമാനം റീഫ്യൂൽ ചെയ്യാനുള്ള ഇന്ധനത്തിന് പകരമായിരുന്നു അത്. നേരത്തെ മരണപ്പെട്ട റൂബിൻ കട്ടിയാലിന്റെ മൃതദേഹവും വിട്ടു നൽകി.
മോചിപ്പിക്കപ്പെട്ട യാത്രക്കാരെ തിരികെ കൊണ്ടുവരുന്നതിനായി ഇന്ത്യ ഒരു സ്പെഷ്യൽ റിലീഫ് എയർക്രാഫ്റ്റ് അയച്ചു. അന്നത്തെ വ്യോമയാന വകുപ്പ് മന്ത്രിയായിരുന്ന ശരത് യാദവ് ആ വിമാനത്തിലുണ്ടായിരുന്നു. മോചിപ്പിക്കപ്പെട്ട യാത്രക്കാരെ അദ്ദേഹം അനുഗമിച്ചു. അങ്ങനെ മോചിപ്പിക്കപ്പെട്ട യാത്രക്കാരാണ് ഹൈജാക്കേഴ്സിനെ കുറിച്ച് സുപ്രധാനമായ വിവരങ്ങൾ നൽകിയത്. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം പുരുഷന്മാരെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടുത്തുനിന്ന് മാറ്റിയാണ് ഇരുത്തിയിരുന്നത്. അതുകൂടാതെ എല്ലാവരുടെയും കണ്ണുകളും മൂടപ്പെട്ടിരുന്നു. വിമാനം റാഞ്ചിയത് 5 പേർ ചേർന്നാണെന്നും അവർ പറഞ്ഞു. അവർക്ക് കോഡ് നെയിമുകൾ ഉണ്ടായിരുന്നു. ആ സംഘത്തിലെ തലവനെ ചീഫ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ബർഗർ, ഡോക്ടർ, ശങ്കർ, ഭോല എന്നിങ്ങനെയായിരുന്നു മറ്റു 4 പേരുടെ കോഡ് നെയിമുകൾ. ഹൈജാക്കേഴ്സ് പാകിസ്ഥാനിൽ നിന്നുള്ളവരായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകെ 190 പേരുണ്ടായിരുന്ന വിമാനത്തിൽ 27 പേരെ മാത്രമാണ് മോചിപ്പിച്ചത്. ബാക്കിയുള്ളവരുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. Security at the airports have to be tightened. We cannot afford to make the same mistakes again. We have lived through a living hell. ആവശ്യത്തിന് ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ ഇല്ലാത്ത അവസ്ഥ. ദുബായിൽ നിന്ന് വീണ്ടും പറന്നുയർന്ന വിമാനം നേരെ അഫ്ഗാനിസ്ഥാനിലേക്കായിരുന്നു പോയത്. ഡിസംബർ 26 രാവിലെ 8 മണിക്ക് വിമാനം കാണ്ഡഹാർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇന്നത്തെ പോലെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരിച്ചിരുന്ന സമയമായിരുന്നു അത്. വിമാനം ലാൻഡ് ചെയ്തപ്പോൾ തന്നെ താലിബാൻ അധികൃതർ അവിടെ ഉണ്ടായിരുന്നു. ഹൈജാക്കേഴ്സും ഇന്ത്യ ഗവൺമെന്റും തമ്മിലുള്ള മധ്യസ്ഥത അവർ ഏറ്റെടുക്കാമെന്ന് താലിബാൻ അറിയിച്ചു. എന്നാൽ ഇന്ത്യ താലിബാൻ ഗവൺമെന്റിനെ അംഗീകരിച്ചിരുന്നില്ല. താലിബാന്റെ ഇടപെടലുകളിൽ ഇന്ത്യ ഗവൺമെന്റിന് സംശയമുണ്ടായിരുന്നു. കാരണം ആയുധധാരികളായ താലിബാൻകാരായിരുന്നു ആ വിമാനത്തിന് കാവൽ നിന്നിരുന്നത്. എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശമെന്ന് ഇന്ത്യ ഗവൺമെന്റ് സംശയിച്ചു. എന്നാൽ ഇതിന് താലിബാൻ മറുപടി നൽകിയത് മറ്റൊരു രീതിയിലാണ്. ഹൈജാക്കേഴ്സിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നീക്കം ഉണ്ടാവാതിരിക്കാനാണ് തങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു. എന്നാൽ ഇന്ത്യ ഒരു മിലിറ്ററി ഓപ്പറേഷന് മുതിരാതിരിക്കാനാണ് അവർ ഇങ്ങനെ ചെയ്തതെന്നാണ് ഇന്ത്യൻ വാദം. കാണ്ഡഹാറിലെത്തി ഹൈജാക്കേഴ്സുമായി ചർച്ച നടത്താൻ ഇന്ത്യ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിനെ നിയോഗിച്ചു. 1999 കാർഗിൽ യുദ്ധം നടന്ന വർഷമായിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാനുമായി സമാധാന ചർച്ചകൾക്ക് മുന്നിട്ടിറങ്ങിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ സെൻസിറ്റീവായി മാറിയ ഈ ഹൈജാക്ക് കേസ്. ഇത് പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറി. ഇന്ത്യയിലാവട്ടെ ഗവൺമെന്റ് വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഡിസംബർ 26 അന്നത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ജസ്വന്ത് സിംഗ് ഒരു പത്രസമ്മേളനം വിളിച്ചു. ഹൈജാക്കിങ്ങിനെ പറ്റി വിശദീകരിക്കുന്നതിനായിരുന്നു ആ പത്രസമ്മേളനം. പക്ഷേ ആ ഹൈജാക്ക് ചെയ്ത വിമാനത്തിലുണ്ടായിരുന്നവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ആ പത്രസമ്മേളനം തടസ്സപ്പെടുത്തി. ഹൈജാക്കേഴ്സിന്റെ ആവശ്യങ്ങൾ എന്തുതന്നെയായാലും അത് അംഗീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വിമാനത്തിലുണ്ടായിരുന്ന തങ്ങളുടെ ബന്ധുക്കളുടെ, തങ്ങളുടെ സുഹൃത്തുക്കളുടെ സുരക്ഷ മാത്രമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. 1989 നടന്നൊരു സംഭവം ചൂണ്ടിക്കാട്ടിയാണ് അവർ ഈ ആവശ്യം ഉന്നയിച്ചത്. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന മുഹമ്മദ് മുഫ്തി സെയ്ദിന്റെ മകളായ റുബൈദ സെയ്ദിനെ മോചിപ്പിക്കുന്നതിനായി തീവ്രവാദികളെ വിട്ടു നൽകിയിരുന്നു. സാധാരണക്കാരായ പൗരന്മാരുടെ ജീവിതം അപകടത്തിലാക്കരുതെന്നും അതുകൊണ്ട് എത്രയും വേഗം വേണ്ട നടപടികളെടുത്ത് യാത്രക്കാരെ മോചിപ്പിക്കണമെന്നും അവർ ആ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നാടകീയമായി ഈ സംഭവങ്ങളെല്ലാം കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ അരങ്ങേറുമ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള നെഗോഷിയേറ്റേഴ്സ് ആ സ്പെഷ്യൽ ഗ്രൂപ്പ് കാണ്ഡഹാറിൽ എത്തിയിരുന്നില്ല എന്നതാണ് സത്യം. ഡിസംബർ 27 ഇന്ത്യൻ ദൗത്യ സംഘം കാണ്ഡഹാറിലെത്തുന്നത്. ഹൈജാക്കേഴ്സുമായുള്ള ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന വിവേക് കഡ്ജുവും അജിത് ഡോവലും ചേർന്നാണ്. ഇവരുടെ ഭാഷ്യമനുസരിച്ച് ഹൈജാക്കേഴ്സിന് ISIയുടെ പിന്തുണയുണ്ടായിരുന്നു. ഇനി എന്തു തന്നെ സംഭവിച്ചാലും വിമാനം ഹൈജാക്ക് ചെയ്തവരെ സംരക്ഷിക്കുമെന്ന് ISI വാഗ്ദാനം ചെയ്തതായി ഇവർ പറഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ ദൗത്യ സംഘവും താലിബാനും ഹൈജാക്കേഴ്സും ചേർന്ന് ചർച്ചകൾ തുടങ്ങി. ഇന്ത്യയിൽ തടവിൽ കഴിഞ്ഞിരുന്ന തീവ്രവാദിയായ മസൂദ് അസറിനെ മോചിപ്പിക്കണമെന്നാണ് അവർ ആദ്യം ആവശ്യപ്പെട്ടത്. അതിനു പകരമായി 10 ഇന്ത്യക്കാരെയും 5 വിദേശികളെയും വിമാനത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് അവർ പറഞ്ഞു. എന്നാൽ ആ വാഗ്ദാനം ഇന്ത്യ നിരസിക്കുകയാണ് ഉണ്ടായത്. എന്തെങ്കിലും ഡിമാൻഡ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഹൈജാക്ക് പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ളതായിരിക്കുമെന്ന് അവർ മറുപടി നൽകി. അതോടെ ഹൈജാക്കേഴ്സ് ആവശ്യപ്പെട്ടത് $200 മില്യൺ, അതായത് 1650 കോടി ഇന്ത്യൻ രൂപ. പക്ഷേ അതുമാത്രമായിരുന്നില്ല അവരുടെ ആവശ്യം. ഇന്ത്യയിലെ വിവിധ ജയിലുകളിലായി തടവിൽ കഴിഞ്ഞിരുന്ന 36 തടവുപുള്ളികളെ കൂടി മോചിപ്പിക്കണമെന്ന് അവർ പറഞ്ഞു. ഈ 2 ആവശ്യങ്ങളും കൂടാതെ ഹർക്കത്തുൽ മുജാഹിദീന്റെ സ്ഥാപകനായ സജ്ജദ് അഫ്ഗാനിയുടെ മൃതദേഹം വിട്ടുകിട്ടണമെന്നും അവർ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം അംഗീകരിക്കാനാവുന്ന ഡിമാൻഡുകളായിരുന്നില്ല. ഇതേ സമയം തന്നെ നാട്ടിൽ പ്രതിഷേധങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിന്റെ സമയത്ത് തടവിലാക്കപ്പെട്ടിരുന്ന യാത്രക്കാരുടെ ബന്ധുക്കൾ രാജീവ് ഗാന്ധി ഭവനിലേക്ക് ഇടിച്ചു കയറി. ഇന്ത്യൻ സേനയെ രക്ഷാദൗത്യം നടത്താൻ അനുവദിക്കില്ലെന്ന് നേരത്തെ തന്നെ താലിബാൻ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ മുമ്പിൽ ആ വഴി എന്നേക്കുമായി അടഞ്ഞു. വേണമെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഹൈജാക്കേഴ്സുമായി ചർച്ച നടത്താമെന്ന വാഗ്ദാനമാണ് താലിബാൻ മുന്നോട്ട് വെച്ചത്. അങ്ങനെ വീണ്ടും ചർച്ചകൾ മുന്നോട്ട് പോയി. ഒരു വശത്ത് ഇന്ത്യയുടെ ദൗത്യ സംഘം, മറുവശത്ത് ഹൈജാക്കേഴ്സ്, നടുവിൽ താലിബാൻ. ഇങ്ങനെയാണ് ചർച്ചകളെല്ലാം മുന്നോട്ട് പോയത്. താലിബാൻ നേതാവായ മൗലാന മുഹമ്മദ് ഉമർ ഹൈജാക്കേഴ്സിനോട് ഒന്നെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വിട്ടു പോകണമെന്നും അല്ലെങ്കിൽ ആയുധങ്ങൾ താഴെ വെക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടതായി ഒരു പാക് ദിനപത്രത്തോട് പറഞ്ഞു. ചർച്ചകൾ ദിവസങ്ങൾ നീണ്ടുനിന്നു. ഒടുവിൽ അവർ ആവശ്യപ്പെട്ടതുപോലെ 36 തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരം 3 തടവുകാരെ മോചിപ്പിക്കാമെന്ന് ഇന്ത്യ പറഞ്ഞു. മസൂദ് അസ്ഹർ, ഒമർ ഷെയ്ഖ്, മുഷ്താഖ് സർഗർ എന്നിവരായിരുന്നു അവർ 3 പേർ.
അന്നത്തെ റോ ചീഫായിരുന്ന AS ഡ്യുലാറ്റ് ജനുവരി 30 ജമ്മു കാശ്മീരിലെത്തി മുഖ്യമന്ത്രിയായ ഫറൂഖ് അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തി. 3 തടവുകാരെ മോചിപ്പിക്കുന്ന കാര്യം പറഞ്ഞ് മുഖ്യമന്ത്രിയെ കൺവിൻസ് ചെയ്യാനായിരുന്നു റോ ചീഫ് എത്തിയത്. എന്നാൽ ഫറൂഖ് അബ്ദുള്ള തടവുകാരെ മോചിപ്പിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല. അങ്ങനെ ചെയ്യുന്നത് പിന്നീട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും ഒടുവിൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടതായി വന്നു. ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട തടവുകാരെ ഡൽഹിയിൽ എത്തിച്ചതിനു ശേഷം അവിടെ നിന്ന് വിദേശകാര്യ വകുപ്പ് മന്ത്രി ജസ്വന്ത് സിംഗിനൊപ്പം വിമാനത്തിൽ കാണ്ഡഹാറിലേക്ക് അയച്ചു. ഡിസംബർ 31 ഹൈജാക്കേഴ്സിന്റെ നിബന്ധനകൾ അംഗീകരിച്ച് 3 തടവുകാരെ കാണ്ഡഹാറിൽ മോചിപ്പിച്ചു. അതിനു പകരമായി ഹൈജാക്കേഴ്സ് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെയും ക്രൂ മെമ്പേഴ്സിനെയും വിട്ടു നൽകി. ഈ അവസരത്തിൽ വിമാനം ഹൈജാക്ക് ചെയ്തവരെ താലിബാൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇന്ത്യ വിചാരിച്ചിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. പകരം ഹൈജാക്ക് ചെയ്തവരും മോചിപ്പിക്കപ്പെട്ട തടവുകാരും 2 താലിബാൻ നേതാക്കളും കൂടി ചേർന്ന് ഒരു ജീപ്പിൽ കയറി പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പോയി. ഇതോടെ ഈ ഹൈജാക്കിങ്ങിൽ പാകിസ്ഥാന്റെയും താലിബാന്റെയും പങ്ക് ഇന്ത്യക്ക് വ്യക്തമായി. We have evidence to show that hijackers were encouraged by Pakistan. ഹർക്കത്തുൽ മുജാഹിദീൻ ഒരു പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പായിരുന്നു. അവർ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട 36-ൽ 33 പേരും പാകിസ്ഥാൻകാരായിരുന്നു. ഹൈജാക്ക് ചെയ്തവരും തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരും സുരക്ഷിതരായി പാകിസ്ഥാനിലെത്തി. യാത്രക്കാരുടെ കാര്യമെടുത്താൽ ചിലർക്ക് പരിക്കുകൾ പറ്റിയിരുന്നെങ്കിലും എല്ലാവരും സുരക്ഷിതരായിരുന്നു. കൃത്യമായി ഭക്ഷണം കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അവർ പ്രധാനമായും നേരിട്ടിരുന്നത്. റൂബിൻ കട്ടിയാലിന് മാത്രമാണ് ജീവൻ നഷ്ടമായത്. അങ്ങനെ ഒരാഴ്ചയോളം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് ശേഷം ഡിസംബർ 31 എല്ലാവരും സുരക്ഷിതരായി വീടുകളിലെത്തി. ഈ സംഭവത്തോടെ കാഠ്മണ്ഡുവിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും ഇന്ത്യ റദ്ദാക്കി. 5 മാസങ്ങൾക്ക് ശേഷം കാഠ്മണ്ഡു എയർപോർട്ടിന്റെ സുരക്ഷ നേപ്പാൾ ഗവൺമെന്റ് ഉറപ്പു നൽകിയതിനു ശേഷമാണ് സർവീസ് പുനരാരംഭിച്ചത്. അന്ന് ഹൈജാക്ക് ചെയ്ത വിമാനം പിന്നീട് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരികയും 2001 റിട്ടയർ ചെയ്യുകയും ചെയ്തു. 20 വർഷത്തോളം പഴക്കമുള്ള ഒരു വിമാനമായിരുന്നു അത്. അന്ന് തടവിൽ നിന്ന് വിട്ടയക്കപ്പെട്ട തീവ്രവാദികൾക്ക് 2001 പാർലമെന്റ് അറ്റാക്ക്, 2016 പത്താൻകോട്ട് അറ്റാക്ക്, പിന്നീട് നടന്ന പുൽവാമ അറ്റാക്ക് തുടങ്ങി നിരവധി സംഭവങ്ങളിൽ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളും കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.